പത്മകുമാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകുമ്പോഴൊക്കെ തികഞ്ഞ രീതിയിൽ അദ്ദേഹം ക്ഷോഭിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. മാതൃഭൂമി വാർത്തകളെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രതികരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രതികരണം, പഴയ പ്രതികരണമാണ്, പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയാണ്. ശ്രീ എ പത്മകുമാർ, അങ്ങ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തിൽ ഏതു വർഷത്തിലാണ് ഈ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടന്നത്? 2019 സെപ്റ്റംബറോട് കൂടിയിട്ടാണ് കണക്ക് കൊടുത്തതെന്നാണ് എന്റെ ഓർമ്മ. ഈ സ്വർണ്ണപ്പാളികളുടെ അടക്കം കണക്ക് രേഖപ്പെടുത്തിയിരുന്നോ? സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ എത്ര കിലോയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 42 കിലോയാണ് ഈ പറയുന്ന കോടതിയിൽ ആ സമയത്ത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി സ്വർണം തന്നെയാണോ? അല്ല, സ്വർണം തന്നെയാണോ? സ്വർണ്ണപ്പാളി തന്നെയാണോ? അത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത്. അത് ദേവസ്വം ബോർഡാണ്. അല്ല, നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞു? സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞു. സ്വർണ്ണപ്പാളി തന്നെയാണോ? ശ്രീ എ പത്മകുമാർ, നാട്ടിലുള്ള എല്ലാവരും അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ഉത്തരം പറയാം. അവിടെ നിങ്ങൾ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് 42 കിലോ സ്വർണ്ണമാണോ? അല്ല, നിങ്ങൾ പറയുന്നത് 42 കിലോ സ്വർണ്ണമാണോ? 42 കിലോ സ്വർണ്ണമാണോ പറഞ്ഞില്ല. സ്വർണ്ണപ്പാളി നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ 42 കിലോ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് 42 കിലോയാണോ? ശരി, അങ്ങ് പറയൂ, അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ എന്റെ അറിവില് പിന്നെ ചെമ്പ് പാളിയാണ്. അതിൽ സ്വർണം പൂശിയിട്ടില്ല. സ്വർണം പൂശിയത് എന്റെ കാലത്ത് പൂശിയത് 49 പവനാണ്. അനന്തൻ, ഈ പ്രതികരണം കേൾക്കുമ്പോൾ ഇപ്പോൾ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത് അന്നേ പത്മകുമാർ സ്വയം കുഴി തോണ്ടിയിരുന്നു പ്രതികരണത്തിലൂടെ എന്നുള്ളതാണ്. ശബരിമല താക്കോൽ സ്ഥാനം വഹിച്ചുകൊണ്ട് ശബരിമലയിൽ അന്ന് നമുക്കറിയാം വിജയ് മല്യ അടക്കം സ്വർണം നൽകിയ സ്വർണത്തിന്റെ അടക്കം ക്ലാഡ് ചെയ്ത സ്വർണത്തിന്റെ അടക്കം കണക്കുകളൊക്കെ ബോധ്യപ്പെട്ട് പരിശോധിച്ച് അത് കണക്കുകൾ കൃത്യമായി അറിയേണ്ട ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ പ്രതികരണം വരുന്നത്. അതിനുശേഷം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി, കട്ടിളപ്പാളി, ഇതൊക്കെ ചെമ്പ് പാളി എന്ന ഒരു ഫോർമുല സ്വയം തീർക്കുകയാണ്. അന്നേ തന്നെ ഗൂഢാലോചന ആ പ്രതികരണങ്ങളിലൂടെ അടക്കം പത്മകുമാർ നൽകിയെന്നല്ലേ നമുക്ക് വിശ്വസിക്കേണ്ടി വരിക? അനന്തൻ, പ്രജീഷ്, ഇയാൾ മഹാകളനാണെന്ന് ഈ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. കാരണം ഇത് ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ഇത് സ്വർണ്ണമാണോ അതോ ചെമ്പാണോ എന്നുള്ള തർക്കം നിലനിൽക്കുന്ന കാലത്ത് ആണ് മാതൃഭൂമി ന്യൂസിന്റെ ബ്രേക്കിംഗ് അവേഴ്സിൽ, അന്ന് മാധുവായിരുന്നു ആങ്കർ, റിപ്പോർട്ടറായിട്ട് ഞാൻ ഇതേ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ വാർത്തയിൽ ആ സമയത്താണ് പത്മകുമാറിനെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോഴാണ് പത്മകുമാർ പറയുന്നത്, നിങ്ങൾ ഇത് ചെമ്പാണ് അല്ല സ്വർണ്ണമാണ് എന്ന് എന്താണ് ഉറപ്പ്? അത് ചെമ്പായിരുന്നു, എൻ്റെ കാലത്താണ് 49 പവൻ സ്വർണം പൂശിയതെന്നൊക്കെ. അതിന് മറുപടിയായിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യം മെയ് 19 2019 മെയ് 19 ഈ ദൃശ്യം, മെയ് 14 ഈ ദൃശ്യം കാണിക്കുന്നത്. അതേ പത്മകുമാർ മെയ് മാസത്തിൽ ആ ദ്വാരപാലക ശില്പങ്ങളിൽ ചാരി നിന്ന് അയ്യപ്പ കീർത്തനങ്ങൾ പാടുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം അത് തങ്കം പൊതിഞ്ഞ ദ്വാരപാലക ശില്പമാണെന്ന്. ഇത് പത്മകുമാറിനുള്ള മറുപടിയായിട്ടാണ് ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് അന്ന് കാണിച്ചു കൊടുത്തത്. നിങ്ങൾ അന്ന് ചാരി നിന്നത് ഈ തങ്കം പൊതിഞ്ഞ ദ്വാരപാലക കവചങ്ങളിലായിരുന്നു. എന്നിട്ടാണ് പത്മകുമാർ മാതൃഭൂമി ന്യൂസിനെ അന്ന് വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ അത് സ്വർണ്ണമാണെന്ന് തെളിയിക്കുക, അത് ചെമ്പായിരുന്നു, എൻ്റെ കാലത്താണ്, അല്ലാതെ വിജയ് മല്യയുടെ കാലത്തല്ല സ്വർണം പൊതിഞ്ഞത് എന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. അത് തന്നെയാണ് അയാൾ മഹാകളനാണ് എന്നുള്ളതിന്റെ പ്രധാന തെളിവ്. ഇതെല്ലാം SIT ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ദേവസ്വം വിജിലൻസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ അന്വേഷണത്തേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് സംബന്ധിച്ച് ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം ഒരു വഴി ചികഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ വഴി നിറയെ പത്മകുമാറിനെതിരെയുള്ള തെളിവുകളായിരുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ കിങ് പിൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ പത്മകുമാർ എത്തുകയാണ്. മുഖ്യ ആസൂത്രകൻ പത്മകുമാർ എന്ന് വരികയാണ്. പത്മകുമാറാണ് പോറ്റിയെ കൊണ്ട് ഈ സ്വർണ്ണമെല്ലാം എടുപ്പിച്ചു കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കിയതെന്നുള്ള കണ്ടെത്തലിലേക്കാണ് SIT എത്തിയിരിക്കുന്നത്. അയാൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിന്റെ പ്രധാന വില്ലൻ സ്ഥാനത്ത് മുൻ MLA കൂടിയായ CPMന്റെ സമുന്നതനായ നേതാവ് കൂടിയായ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ പത്മകുമാറിനെ പ്രതിഷ്ഠിക്കുകയാണ് SIT. ആ പ്രതിഷ്ഠയാണ് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് നടന്ന അറസ്റ്റ്. ആ അറസ്റ്റിന് ശേഷം ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അവിടെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞാൽ പിന്നെ കൊല്ലം വിജിലൻസ് കോടതിയുടെ മുന്നിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ആ പ്രതിഷ്ഠ പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം കൂടി പ്രതീക്ഷ അല്പസമയത്തിനകം നമുക്ക് കാണാൻ കഴിയും.